നമുക്കിന്ന് അവിൽ ഉപ്മാവ് ഉണ്ടാക്കാം. അതിന് ആവശ്യമായത് സബോള പകുതിയാണ്, പിന്നെ വേണ്ടത് ക്യാരറ്റ്, ഉണക്കമുളക്, കറിവേപ്പില, നിലക്കടല, പിന്നെ നമ്മുടെ മെയിൻ ആളായ അവിൽ ഇത് കഴുകിയിട്ട് നല്ലോണം പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. നല്ല ഡ്രൈ ആക്കി നല്ല പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത് 2-3 വെള്ളത്തിൽ ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ. ഈ വഴണ്ടി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ഉണക്കമുളക്. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ. ഇതിലേക്ക് നമുക്ക് നിലക്കടലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നിലക്കടലയ്ക്ക് പകരം അണ്ടിപ്പരിപ്പ് ചേർക്കണവർക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനൊരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചോയ മാറി വരണം. അതിനൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഈ മഞ്ഞക്കുത്തൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ അവലിട്ടതിന് ശേഷം ഇതിനെ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ നാളികേരവും ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നാളികേരം കൂടുതലിട്ട് കൊടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അവിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇതുപോലെ അവൽ ഉപ്മാവ് ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് വേണമെങ്കിൽ നെയ്യും ചേർക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. നെയ്യ് ചേർക്കണവർക്ക് ചേർക്കാം. ഞാനതിലേക്ക് കുറച്ചും കൂടെ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുളിപ്പും കൂടി കിട്ടും. അതിഷ്ടമുള്ളവർക്ക് ചേർത്താൽ, ഞാൻ ചേർത്തിട്ടില്ല. നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ അവൽ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.